അല്ല, പേര് വെക്കണം. പൈസ അവർ ഈ വാങ്ങിച്ചവരാണ് ഈ മരണത്തിന് കാരണക്കാരി അച്ഛനും മോനും. അദ്ദേഹത്തിനെയൊക്കെ ആശ്വസിപ്പിച്ച് ഇനി ഒരിക്കലും ആത്മഹത്യയില്ല ശ്രമിക്കില്ല എന്നൊക്കെ എന്നോട് വാക്ക് പറഞ്ഞ കയറും മാറ്റിന്റെ പോയ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ. ഇത് പൂർണ്ണമായിട്ടും ഈ പൈസ കിട്ടാത്ത വിഷമത്തിലാണ് ചെയ്തിരിക്കുന്നത്. പൈസ കൊടുക്കാനുള്ളവർ തന്നെ അവര് ഈ മരണത്തിന് കാരണക്കാരി. ഇളയ മോൻ മരിച്ച് 9 മാസം തികയുന്നതിൻ്റെ അന്ന് അതേ സമയത്താണ് ഈ വ്യക്തി മരിച്ചിരിക്കുന്നത്. സംഭവത്തിന് സാക്ഷിയാകേണ്ടി വരുന്ന ഗതികേട്. 25 വയസ്സുള്ള മോനും പോയി, എന്റെ ഭർത്താവും പോയി, നമുക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയായി. നമ്മൾക്കും ഇതേ ചെയ്യാൻ ഇനി മാർഗമുള്ളൂ. ഒരുപക്ഷെ നമ്മളെ പ്രേക്ഷകർ മണന്നിട്ടുണ്ടാവില്ല ഇതായിരുന്നു. അതായത് വണ്ടിക്കകത്ത് മരിക്കാൻ വേണ്ടി കയറുമായിട്ട് നടക്കുന്ന ഒരു ചേട്ടൻ. ഞങ്ങൾ പോയി സംസാരിച്ചു. ചേട്ടൻ്റെ കയറൊക്കെ ഞാൻ മാറ്റിക്കൊണ്ട് പോയി. അൻസാരി എന്നാണ് പേര്. അദ്ദേഹത്തിനെ ആരോ പറ്റിച്ചു, കുറെ കാശ് കൈക്കലാക്കി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം നീതിക്ക് വേണ്ടി ഒരുപാട് കാലം അലഞ്ഞു, ഒരുപാട് പേരെ വിളിച്ചു, നമ്മളെയൊക്കെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു, നമ്മളൊക്കെ തന്നെ ശ്രമിച്ചു നോക്കി. പക്ഷേ ഏതൊരു നീതിയും കിട്ടിയില്ല. അദ്ദേഹം ജീവനൊടുക്കി. ഞങ്ങൾ അന്ന് ചെയ്ത ആ വിഷ്വൽസ് ഇതാണ്. അവരൊരു സമാധാനം തന്നില്ലെങ്കിൽ എനിക്ക് ഇത് മാർഗമുള്ളൂ. പൈസ കൊടുക്കാനില്ല. പൈസ ഒന്ന് അയക്കാൻ ഉറപ്പടിഞ്ഞ് അയക്കാം, മാറ്റലേ അയക്കാം. ഈ മാസത്തിൽ കൂടി അയക്കല്ലേ ചാച്ചി ഇത് മാറ്റി. തിരിച്ച് കരുനാഗപ്പള്ളിയിൽ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഇവർ ചെന്നിട്ടേ ഇല്ല, അവിടെയും തിരുമറി ചെയ്തിരിക്കുകയാണ്. ചേട്ടാ, ഈ ലേഡി എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ലേഡി ഞാൻ നിവാസി പാർട്ടിയുടെ ഒരു ചെറിയൻകീഴ് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് കണക്ക് നമുക്ക് ഒരു നോട്ടീസൊക്കെ ചെയ്ത് പ്രവാസിയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്താണ് ആദ്യം കയറുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ചെറിയൻകീഴ് താലൂക്ക് പ്രസിഡൻ്റാണ്. നമ്മളെ ഓഫീസ് അങ്ങ് മുകളിലാണ്, അതിൻ്റെ മുകളിൽ ഓഫീസും ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട് ക്ലാസ്സിന് വരെ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഈ പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം ഒരു 25 ആക്കി കൊണ്ടുതരും, പിന്നെ ഒരു 50 ആക്കി കൊണ്ടുതരും. പിന്നെ ഇവരുടെ ആവശ്യങ്ങൾ കൂടി ഇവർ ചോദിച്ച പൈസ കൊടുക്കാൻ അങ്ങ് വിശ്വസ്തരായവർ. അതിനുശേഷം ഇവർ ചെയ്തതെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വല്ലപ്പോഴും കൂടി എനിക്കൊരു 10,000 രൂപ 6,000 രൂപ ഞാൻ ടൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അക്കൗണ്ട് ഇട്ടിട്ട് അതാണ് ഇവർ ഈ മുതൽ തന്നെന്ന് പറയുന്നത്. അതിൽ തന്നെ തന്നിരിക്കുന്നത് 2 ലക്ഷത്തിനകത്തുള്ളതാണ്. അതിൽ കുറച്ച് പൈസ 75,000 രൂപയോളം എനിക്ക് തോന്നുന്നു ഇവർക്ക് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് എൻ്റെ കൺസൈൻ ലെറ്റർ കൊടുത്ത് ഞാൻ ലോൺ എടുത്ത് കൊടുത്തു. 10 ലക്ഷം രൂപയാണ് എടുത്ത് കൊടുത്തത്, 3 ലക്ഷം രൂപയുടെ ചിട്ടി വെച്ച്. അപ്പോൾ അവിടെ എൻ്റെ കൺസൈൻ ലെറ്റർ കൊടുക്കണം. അപ്പോൾ ഈ കൺസൈൻ ലെറ്റർ കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് ലോൺ കിട്ടുന്നത്. അതിലടയ്ക്കേണ്ട പൈസ ആദ്യ കാലങ്ങളിൽ ഇവർ എൻ്റെ അക്കൗണ്ടിലാണ് ഇട്ടത്. അത് ഞാൻ അവിടെ അതേപോലെ അടച്ച് റെസിപ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൂടെ ചേർത്താണ് ഇവർ എനിക്ക് തന്ന് എന്ന് പറയുന്നത്. എന്നാലും ഒരു 2,30,000 രൂപയ്ക്കകത്തേ മൊത്തം ടോട്ടൽ ഇവർ എനിക്ക് തന്നിട്ടുള്ളൂ.